റിജൽജിയോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാല് നിങ്ങള് പല പ്രാവശ്യം ഉത്തരം മുട്ടുമ്പോ ചാണകം എന്ന് പറയും. ചാണകം നമുക്ക് അഭിമാനാണ്. ഇവള് മിടുക്കിയാണല്ലേ. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. ഗോമൂത്രം കഴിക്കാൻ പറഞ്ഞ നിങ്ങളാണ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? അതെ അതെ, നമ്മൾ സമ്മതിച്ചു. നമുക്ക് ഈ രാജ്യം എന്തിലോ വീണ് മധുരമില്ലാത്ത പായസം പോലെ. കഴിഞ്ഞില്ല. ഒരു കൂലിയുടെ ശവം നാറിയിട്ട് പാടില്ല. പണ്ട് കാലത്ത് ഒരാള് ഇങ്ങളെ നിൽക്കുന്ന ഒരാളൊന്നും ചാണകം ചവിട്ടാതെ ഇങ്ങളെ പൂർവജന്മാരില്ല. ഇങ്ങോട്ട് വന്നേനി എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. ഏറ്റവും വലിയ വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിവളമാണ്. കാലിവളത്തിൽ തന്നെ പശുവിൻ്റെ ചാണകമാണ് ഏറ്റവും ഉള്ള വളം. അപ്പോൾ ഇതാണ് അരിയായി മാറുന്നത്, ഇതാണ് എല്ലാ ഭക്ഷ്യവസ്തുക്കളുമായി മാറുന്നത്. അപ്പോൾ ആ ഭക്ഷ്യവസ്തു എന്ന് വെച്ചാൽ അത് ചാണകത്തിൻ്റെ വേറൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഫോം മാറിയെന്നുള്ളൂ. അതാണ് നമ്മളിലോട്ട് വന്ന് നമ്മളാവുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഓരോ വ്യക്തിയും എടുത്ത് നോക്കുക, അവരിൽ ചാണകമുണ്ട്. അടിപൊളി.